പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്. സകല കാര്യത്തിലും നമ്മളെ അത്ഭുതമാക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവെ. നേറ്റു പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓഡിയോ സൗണ്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല? ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം ദൈവത്താൽ നമ്മൾ പണിയപ്പെടുവാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു കൂട്ടായ്മ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടത് എന്നെപ്പോഴും ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ക്രിസ്തുയേശുവിൽ വളരുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ്. പലപ്പോഴും നിങ്ങൾക്കറിയാം, കൂട്ടായ്മകളിൽ ആളുകൾ ഇങ്ങനെ, എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കർത്താവിൽ ആളുകൾ നമുക്കറിയാം ആളുകൾ ഈ ഓടി അലയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ ആഗ്രഹം, നിങ്ങൾ ക്രിസ്തുയേശുവിൽ കർത്താവിൽ വളരണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്ത ജീവിതമാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളെ പോലും പ്രവചിച്ച് വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. എന്തൊക്കെയാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് മുഴുവനും എഴുതപ്പെട്ടിരിക്കുന്ന, വാസ്തവമായി എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ നിങ്ങളെയും എന്നെയും പറ്റി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ മഹാ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. ആ നിങ്ങളെപ്പറ്റിയാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിലുള്ള നിങ്ങളെപ്പറ്റി. നിങ്ങളുടെ പേരവിടെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, നിങ്ങളെപ്പറ്റിയാണ് വചനം പറയുന്നത്. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്നലെ നമ്മൾ കേട്ടു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് കേട്ടു. അപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ മനസ്സ് പറയും, നമുക്കൊരു ഭാരം ഉണ്ടാവും, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിറക്കിൾ എന്ന വാക്ക്, അത്ഭുതം എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോർമൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് കഴിയാത്തതും ചിന്തിക്കുവാനും കഴിയാത്ത എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ അത് കഴിയാത്തൊരു കാര്യം നടക്കുന്നതിനെയാണ് നാം അത്ഭുതം എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ നമ്മൾ അത്ഭുതം എന്ന് പറയാറില്ല. രാവിലെ നിങ്ങൾ എണീറ്റ് വീടിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത്, നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ചെടി എല്ലാം നന്നായിട്ട്, പുഷ്പമെല്ലാം നന്നായിട്ട് വളർന്നു നിൽക്കുമ്പോൾ നമ്മളത് അത്ഭുതം എന്ന് പറയാറില്ല. നമ്മൾ അത്ഭുതം എന്ന് പറയുന്നുണ്ടെങ്കിൽ നടക്കാത്ത ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യം നടക്കുന്നതിനെയാണ് മിറക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ഓരോ ദിവസവും കർത്താവിൻ്റെ സാക്ഷിയാകും. രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാക്കുവാൻ ദൈവം ഇടയാക്കും. ഞാൻ വേഗത്തിൽ തന്നെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളെ പറ്റി പറഞ്ഞല്ലോ. കേരളത്തിലും നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ പറ്റി ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്നാന്നുള്ളത് വരവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഞാൻ ഈ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് വരണം. അത് കർത്താവിൻ്റെ ആ ഒരു പ്ലാനിലും പദ്ധതിയിലും ഒക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ചുരുക്കം സമയമേ നമ്മുടെ മുമ്പിൽ ആ സമയത്തുള്ളൂ. എങ്കിലും ആ ചുരുക്കം സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പല തവണയായിട്ട് പ്രാർത്ഥനകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനയോടെ തന്നെ നിങ്ങളുടെ ദേശത്ത് ആയിരിക്കുക. ഒരുമിച്ച് കൂടുന്നത് ദേശത്തിൽ വലിയൊരു അനുഗ്രഹമാണ്, കർത്താവിൽ വലിയൊരു സാക്ഷ്യമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട്. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം നമ്മുടെ പ്രയറുകളൊക്കെ വരുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ പറയുന്നത്, അനേകർ യേശുവിനെ അറിയണം, ഈ സുവിശേഷം അറിയണം, അനേകർ യേശുവിൽ വിടുതൽ പ്രാപിക്കണം. അതിനുവേണ്ടി വിതയ്ക്കുന്നവരുണ്ട്. അതെല്ലാം വരുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിലൊക്കെയും ഗുണം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും മുന്നോട്ട് ക്രമീകരിക്കുവാൻ ആ ഒരു നന്മ നിങ്ങൾക്ക് ഒരു ആവശ്യമായി തരും. പല ഏരിയകളിൽ, പല പട്ടണങ്ങളിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ, ഈ സുവിശേഷ യോഗങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിതയ്ക്കുമ്പോൾ ഒരു ചിന്ത ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കർത്താവിൻ്റെ വേലയിൽ, സുവിശേഷ വേലയിൽ നിങ്ങൾ ദശാംശങ്ങളൊക്കെ അയക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ബ്രദറിന് കൊടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. കർത്താവിൻ്റെ വേലയിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ കണക്ക് ദൈവത്തിനുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു കണക്കും കാണത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. ഞാനിത് എടുത്ത് പറയാൻ കാരണം, നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. കർത്താവിൻ്റെ വേലയിൽ ആ മനോഭാവത്തിൽ ഒരിക്കലും വിതയ്ക്കരുത്. ഒരിക്കലും നിങ്ങൾക്ക് കൊയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വചനങ്ങളെ കേൾക്കാം. വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എല്ലാം ക്രമീകരിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ ഇന്നെടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഇന്നലെ കേട്ടു. 2-ാം വാക്യത്തിൽ അവരാത്മാവ് അവർക്ക് എബിലിറ്റി കൊടുത്തു. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു, പരിശുദ്ധാത്മാവ് അവർക്ക് എബിലിറ്റി കൊടുത്തു, കഴിവ് കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ അകത്ത് ഒരു ശക്തി ഇരിപ്പുണ്ട്. നമ്മുടെ അകത്തേക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു ശക്തി ഇരിപ്പുണ്ട്. ഈ ഒരു ശക്തിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്നാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. നമ്മൾ കേട്ടിരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത എപ്പോഴും ദൈവം നമ്മളിൽ, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ദൈവം നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ അകത്തു നിന്നാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ അകത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇരിക്കുന്നത്. ഞാൻ ഇന്നാൾ കസ്തൂരിമാനെ പറ്റി ഇന്നാൾ പറഞ്ഞായിരുന്നു. കസ്തൂരിമാൻ യഥാർത്ഥത്തിൽ ഈ ഒരു നല്ല മണം വരുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ സ്മെല്ല് എവിടെ നിന്ന് വരുന്നു ഇതിന് ശരിക്കും അറിയത്തില്ല. അതേപോലെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തിയിൽ നിന്നാണ് നിങ്ങളുടെ വിശ്വാസത്തിലൂടെ ദൈവപ്രവൃത്തികൾ പുറത്തേക്ക് വരുന്നത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ അകത്തു നിന്നുമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തേക്ക് വരുന്നു പറഞ്ഞാട്ടെ. എന്റെ അകത്ത് നിന്നാണ് ദൈവപ്രവർത്തികൾ നിങ്ങളുടെ അകത്തു നിന്നുമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ പുറത്തു വരുന്നത്. അപ്പം നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളാണ്. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. നിങ്ങളെ സാക്ഷിയാക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇത് നിങ്ങൾ കേട്ടോണം. യേശു ക്രിസ്തുവിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്ലാൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷി ആകണം. ശ്രദ്ധിച്ചോണം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷിയാകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈഫുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിന്തിക്കുമായിരുന്നു, ഞാൻ 2018 വരെ, 2019 അവസാനം വരെ കേരളത്തിലുണ്ടായിരുന്നു. അവസാനം വരെ. അതിനുശേഷമാണ് ദൈവാത്മാവ് എന്നോട് UK പോകുവാൻ ദൈവാത്മാവ് ഒരു നിയോഗം ലഭിച്ചത്. 2012 മുതൽ 2019 അവസാനം വരെ, 20 തുടക്കത്തിൽ അവിടെ വരുന്നത്. അപ്പോൾ 20 അവസാനം എനിക്ക് തോന്നുന്നത്, മാറിപ്പോയി. അപ്പോൾ ഈ ഒരു സമയം വരെ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. ആ ഒരു സമയം വരെ നമ്മുടെ ഈ മീറ്റിങ്ങുകൾ, ചെറിയ രീതിയിൽ സൂം മീറ്റിങ്ങുകളും ചെറിയ രീതിയിലുമൊക്കെ പ്രാർത്ഥനകളും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകളെ കാണുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ വന്നതിന് ശേഷം ഈ മീറ്റിങ്ങുകളെ കർത്താവ് വലുതാക്കുകയും അതിനുശേഷം ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വന്നിട്ട് പ്രാർത്ഥന ചെയ്യുന്ന ഒരു ക്രമീകരണം ദൈവമുണ്ട്. ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ച് പറയുമായിരുന്നു, എന്നെങ്കിൽ പിന്നെ കർത്താവിന് എന്തുകൊണ്ട് 2014, 15, 16, 17, 18, 19 എന്തുകൊണ്ട് നമ്മളെല്ലാവരെയും ആ ഒരു സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് കൂട്ടി വരുത്തിയില്ല? ഈ ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇന്ത്യയിലേക്ക് പിന്നെയും വന്ന് പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വളഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിൽ ചിന്തിക്കാറില്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ദൈവത്തിനൊരു മറുപടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിൻ്റെ മേൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം, എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ പ്ലാൻ മാറിപ്പോയിട്ട് കർത്താവിൻ്റെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ നിറവേറണം. എന്തുകൊണ്ടെന്നാൽ യേശുവിൻ്റെ ആഗ്രഹം, അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ചിന്ത അതായിരുന്നു, അവിടെ വെച്ച് എന്തുകൊണ്ട് കർത്താവിന് ചെയ്തുകൂടാ? പക്ഷെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എന്തുവാ, ഞാൻ ഈ പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി ഇവിടുന്ന് പിന്നെയും വരുന്നത്, എന്നിട്ട് വീണ്ടും തിരിച്ചെന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ വല്ലാത്തൊരു കറങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ വട്ടം ചുറ്റി നിൽക്കുന്നതായിട്ട് തോന്നിയാലും ദൈവത്തിന് എല്ലാത്തിൻ്റെ മേൽ ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? എന്താ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള പ്ലാൻ യേശുവിൻ്റെ സാക്ഷി ആക്കണം. ഞാൻ ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഈ ബൈബിളിൻ്റെ ഭാഷയിലല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ സാക്ഷിയാക്കണം, സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന, വ്യാഖ്യാനമില്ലാതെ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു കേസ് അനുയായികളാക്കണം. അതൊരു തെളിവായിരിക്കണം. അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, ഒരു തെളിവ് അല്ലേ? അതായത് ഒരു തെളിവ് വേണം. അതായത് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് ലോക മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കർത്താവിനൊരു പ്രൂഫ് വേണം. സാക്ഷികൾ എന്ന വാക്കിന് കിട്ടിയ നല്ലൊരു വാക്കായിരുന്നു. എനിക്കൊരു തെളിവ് വേണം. ആ ഒരു തെളിവുകളാണ്, പ്രൂഫുകളാണ്, അതെ പ്രൂഫുകളാണ്, തെളിവുകളാണ് നിങ്ങളും ഞാൻ. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ എവിടെയൊക്കെ നിങ്ങൾ പോയാലും യേശുവിൻ്റെ പ്ലാൻ നിങ്ങളെ അവിടെയൊക്കെയും ജീവനുള്ള ദൈവത്തിൻ്റെ പ്രൂഫ്, തെളിവ്, സാക്ഷി ആക്കണം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയരുത്. വൈകുന്നേരം ഞാൻ ആ സഹോദരി ഇത് സംസാരിച്ചപ്പോൾ UK ഒരു സഹോദരി ജോലി സംബന്ധമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. സഹോദരിയുടെ എതിർപ്പുകളുണ്ടാകും. ഞാൻ ആ സഹോദരിക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദരി ഇന്ന് എതിർക്കുന്ന സകല മനുഷ്യർ മുട്ടുകുത്തും. മിദ്യാൻ സൈന്യം തമ്മിൽ വെട്ടിയതുപോലെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകലതും ചെതറും. കാരണം നമ്മളാണ് യേശുവിൽ വിശ്വസിക്കുന്ന സാക്ഷികൾ. നമുക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. മനസ്സിലായി? നമ്മൾ വിറ്റ്നസ്സുകളാണ്, മറന്നു പോകരുത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ലെയിം ചെയ്യണം, കർത്താവ് ഇല്ല, ഈ പ്രശ്നത്തിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. മനസ്സിലാവുന്നുണ്ടോ? ഓരോ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാരം വരും, പ്രയാസം വരും, സങ്കടം വരും. പക്ഷെ നിങ്ങൾ ഉടനെ പറയണം, ഇല്ലില്ല, ഞാനൊരു തെളിവാണ്, ജീവനുള്ളൊരു ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം വന്ന് എന്നിലൂടെ ലോകം അറിയാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രോഗസൗഖ്യമായിക്കോട്ടെ, ദൈവം പ്രവർത്തിച്ച സാക്ഷ്യങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെയും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഇന്നലെയൊക്കെ നമ്മൾ ഒത്തിരി രോഗസൗഖ്യം കേട്ടല്ലേ? ഒത്തിരി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം കേട്ടു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം നിങ്ങളോട് പറയാറുണ്ട്, കോട്ടയത്ത് നേരിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. എനിക്ക് പറഞ്ഞാൽ തൃശ്ശൂർ അതിനുള്ള സജ്ജീകരണം നമുക്കിതില്ലായിരുന്നു. പക്ഷെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെയും ഉള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം പറയുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ടൊരു വീഡിയോ കണ്ടതാണ്. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ, ഞാൻ ആ സ്ഥലം മറന്ന്, പത്തനംതിട്ടയ്ക്ക് അപ്പുറം എവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു സഹോദരി ഈ ബ്രെയിൻ ട്യൂമറോ മറ്റോ എന്തോ ഒരു ക്യാൻസറിൻ്റെ എന്തോ അങ്ങനെ ട്യൂമറാന്ന് എനിക്കൊന്ന് ഒരു 5-6 വർഷം മുമ്പ് കേട്ടൊരു സാക്ഷിയാണ്. ഞാൻ യൂട്യൂബിൽ കേട്ട സാക്ഷിയാണ്. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ പറയുമായിരുന്നു, സഹോദരി ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പിന് പോയ സമയത്താണ് മനസ്സിലായത് ഈ ഒരു ട്യൂമറോ മറ്റോ എന്തോ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട്, ഒരു മോൻ മാത്രമേ ഉള്ളൂ, എമർജൻസി ആയിട്ട് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പുള്ളിക്കാരി പാനിക്കായി ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് അഡ്മിറ്റ് ആകണം, വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. മറ്റ് ബുദ്ധിമുട്ടായിട്ടാണ് പോയത്, പക്ഷേ സീരിയസ് ആയിരുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് മകൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് വിളിച്ച് കരയുന്നു, മകൻ വിളിച്ച് കരയുന്നു, ഹസ്ബൻഡിന് വരാൻ പറ്റത്തില്ല. വല്ലാത്തൊരു സ്റ്റേജിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു റൂമിൽ ഇങ്ങനെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ TV വെച്ച സമയത്ത് എങ്ങനെയോ ആ ചാനൽ തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ പോയിട്ട് ഏതോ ഒരു പ്രാർത്ഥനാ ചാനലിലേക്ക് അത് പോയി. അവിടെ ഒരു സഹോദരി ഇങ്ങനെ പറയുകയാണ്, ഇതേ രോഗത്താൽ സാക്ഷ്യം പറയുകയാണ്, യേശു എന്നെ സൗഖ്യമാക്കിയെന്നും കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് വിടുതൽ കിട്ടിയെന്നൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞു. പെട്ടെന്ന് ഈ കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരി അത് ശ്രദ്ധിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് കിടന്നുകൊണ്ട് ഒറ്റ കർത്താവേ, ആ സഹോദരിയെ സൗഖ്യമാക്കി യേശുവേ, എന്നെയും സൗഖ്യമാക്കുകയാണെങ്കിൽ ലോകത്തിലെ എവിടെ വേണേലും ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞ ഒറ്റ തീരുമാനം. നിങ്ങൾക്കറിയണോ, ആ സഹോദരി പിന്നീട് അത് സാക്ഷ്യം പറഞ്ഞപ്പം സർജറി പോലും ചെയ്യാതെ അകത്ത് കടന്ന മുഴ അപ്രതീക്ഷിതമായി പോയെന്നാണ് പറഞ്ഞത്. ആമേൻ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ യേശുവിൻ്റെ വിറ്റ്നസ്സാണ്, സാക്ഷികളാണ്, പ്രൂഫാണ്. ജീവനുള്ള ദൈവം ഇന്ന് ഭൂമിയിലുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കർത്താവ് കണ്ട സാക്ഷികളാണ് നിങ്ങളും ഞാനും. അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം മറക്കരുത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ആത്മസ്നാനത്തെപ്പറ്റിയും വെള്ളത്താലുള്ള സ്നാനത്തെപ്പറ്റിയും നമ്മൾ തൊട്ട് പോകുന്നു. ഈ 2 സ്നാനത്തെപ്പറ്റി കേട്ടു. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെപ്പറ്റി ഇന്നലെ കേട്ടു. ഇന്ന് നമ്മൾ ഒരു വ്യക്തി, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി, നമുക്ക് ഒരു പ്രത്യേക ഒരു സിദ്ധിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോളാം, പ്രത്യേക ഒരു കഴിവ് നമുക്കുണ്ട്. ആ കഴിവ് എന്നാന്ന് വെച്ചാൽ അനേകരെ വിടുവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, അനേകർ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങൾ. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഒരു വിടുതൽ കിട്ടിയവർ
ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ, ഇന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. ഉണ്ട്. 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 ഒത്തിരി ആൾക്കാരുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് ഈ കൂട്ടായ്മ വന്ന സമയത്ത് നിങ്ങളൊരു വിഷയമായിട്ടാണ് വന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, അവരെ വിടുവിക്കുന്ന രീതിയിൽ ദൈവം നിങ്ങളെ വളർത്തി. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? പകർച്ചയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നിങ്ങളുടെ മേലുണ്ടായി. ഇനി നമ്മൾ നേരെ 3-ാം അധ്യായത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോവാണ്. അപ്പോൾ ഇത് മറന്നു പോകരുത്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്. ഒരിക്കൽ പറഞ്ഞിട്ടുള്ള വാക്യമാണ്, നമ്മൾ പലതവണ ഞാൻ എന്നാലും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബോറടി ഉണ്ടാകരുത്. എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ധ്യാനിച്ചിട്ടുള്ളൊരു വചന പുസ്തകമാണ്. പക്ഷെ വീണ്ടും അതിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെ കർത്താവ് ഇതിൽ നിന്നും പണിതെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ പറയുകയാണ്, ഈ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഇനി നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യരായിരുന്നു. അവരെ ദൈവം അഭിഷേകം ചെയ്തതാണ്. അതായത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ ആത്മാവിനെ കിട്ടിയതാണ്. ആമേൻ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുത്തുക പതിവുണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പെട്ടെന്ന് പറയുന്നു, വീടിൻ്റെ അകത്ത് ഹസ്ബൻഡിൻ്റെ കാലയിൽ മുട്ടിൻ്റെ താഴെയായിട്ട് ആ കാലിൻ്റെ വശത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ, വേദന അനുഭവിക്കുന്ന കുടുംബം നാളുകളായി ആ ഒരു ചെറിയ പാട് പോലെ അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുവാണ്. ആ കുടുംബത്തിൻ്റെ മേലേക്ക് വലിയൊരു രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് വെളിപ്പെടുവാൻ കർത്താവ് ഇന്ന് ശക്തനെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ദൈവാത്മാവ് ഇന്ന് തന്നെ ഒരു അടയാളം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അടയാളം പോലെ കാണിക്കുന്നത് വെച്ചാൽ ഒരു മെയിൻ ചെറിയൊരു ഹോള് പോലെ കാണുന്നത്. ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് കയറി വരുന്ന ഡോറ് കടന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെയറല്ല, സെറ്റ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതുണ്ട്. അതിന് ചേർന്ന് തന്നെ ഒരു ടി വി ഇരിക്കുന്നവരാണ്. ടി വിയുടെ പുറകിൽ ഒരു ജനൽ ഇരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ആ ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇപ്പം തന്നെ അടുത്ത് ആരാ ഉള്ളതെന്ന് വെച്ചാൽ ആ പിതാവിൻ്റെ കാലെ കൈവച്ചോണം. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. ഈ നിമിഷം തന്നെ കർത്താവെ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ രോഗസൗഖ്യം ആ ശരീരത്തിന് മേൽ നിറയുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. അപ്പം ഇവിടെ പറയുകയാണ്, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വരികയാണ്. ശ്രദ്ധിച്ചോണം, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യൻ. അപ്പം അതിൻ്റെ അർത്ഥം ജന്മനാ മുടന്തുള്ളൊരു മനുഷ്യനെ എന്ത് ചെയ്യുവാണ്? ചിലർ ചുമന്നുകൊണ്ട് അവൻ്റെ ദേവാലയത്തിൽ ചെല്ലുന്നത് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഓർത്തോണം, ഇവിടെ സാധാരണക്കാരായ പത്രോസും യോഹന്നാനും, സാധാരണക്കാരായ അപ്പോസ്തലന്മാർ, ദൈവത്തിൻ്റെ ശ്ലീഹമാർ, ഇപ്പോൾ ഇവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ പരിശുദ്ധാത്മാവിൻ്റെ ആത്മനിറവിൽ നടക്കുന്നവരാണ്. അപ്പം ഇവരുടെ മുമ്പിലേക്ക് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ ആദ്യം പറഞ്ഞു, യേശു നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന് ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളിലൂടെ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് കാണിക്കണം. നിങ്ങൾ തെളിവുകളാണ്, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാണ്. അവിടെ വചനം പറയുകയാണ്, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവൻ്റെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പത്രോസിൻ്റെയും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ യാചിപ്പാൻ ചോദിച്ചു. പത്രോസ് അവനോട് അവരെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുവിൻ, വല്ലതും കിട്ടും എന്ന് കരുതി. ശ്രദ്ധിച്ചോണം, വല്ലതും കിട്ടും എന്ന് കരുതി അവരെ ഉറ്റുനോക്കി. ഇവിടെ പറയുകയാണ്, പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറഞ്ഞു. 2 കാര്യമാണ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറയുകയും അവൻ്റെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, ചാടിയും തുള്ളിയും, ശ്രദ്ധിച്ചോണം, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട്
അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ പുള്ളിക്കൊന്നും മനസ്സിലായി കാണത്തില്ല. ഈ ജന്മനാ മുടന്തനായ മനുഷ്യനൊന്നും മനസ്സിലായി കാണത്തില്ല. കാര്യം ഇയാളെ ഓർത്തത് വെള്ളിയോ പൊന്നോ അവർ കൊടുക്കുമെന്നാണ്. പക്ഷെ അയാൾ കേട്ടിട്ടില്ലാത്ത ഒരു പേര് പറഞ്ഞു, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വിശ്വാസി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും കൂടെ ചെയ്യുന്നവരാകണം. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ പറയുകയാണ് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. പല ദൈവപ്രവൃത്തികളും നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുടെ കുറവുകളുണ്ട്. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയാം? ഇപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ഈ പുള്ളി ഓർത്ത് എന്തുവാണ് ഇത് പറയുന്നത്? എന്നിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. പത്രോസ്ലീഹ എന്ത് ചെയ്തു? അവൻ്റെ കയ്യെ പിടിച്ചു. ഓർത്തോണം, ജന്മനാ മുടന്തനാണ്, എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത ആളാണ്. ജന്മനാ മുടന്തനായ മനുഷ്യൻ്റെ കയ്യെ പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചു. അപ്പം 4 പേര് ചുമന്നുകൊണ്ട് വന്ന് കൊണ്ടിരുത്തുന്ന ഈ മനുഷ്യൻ ഒരിക്കലും ഒരു വ്യക്തി കയ്യെ പിടിച്ചാൽ എണീറ്റ് വരാൻ കഴിയത്തില്ല. പക്ഷെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ചോണം, ക്ഷണത്തിൽ അവൻ്റെ കാലിൽ നിറയാണ് ഉറച്ചു. എപ്പോഴാണ് ഉറച്ചത്? യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉറച്ചില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റു. ഇനി ശ്രദ്ധിച്ചോണം, യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനൊന്നും സംഭവിച്ചില്ല. പക്ഷേ വലങ്കൈ പിടിച്ച് എണീപ്പിച്ചു. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയാം, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അകത്ത് സംശയ വിചാരങ്ങൾ കയറും. ഈ സംശയ വിചാരങ്ങൾക്ക് നമ്മൾ പറഞ്ഞ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഒതുക്കുവാൻ പറ്റും. തകർക്കാൻ പറ്റത്തില്ല, ഒതുക്കുവാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ നാമത്തിൽ എനിക്കത് ലഭിച്ചതിന് നന്ദി എന്ന് എഴുതി വെക്കാറുണ്ട്. നമ്മൾ ഈ വചനം എഴുതുന്നത് പോലും ഒരു പ്രവൃത്തിയാണ്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നത് എപ്പോഴും ദൈവവചനത്തിൽ ഒരു അനുഗ്രഹമാണ്. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഈ സൂം പ്രയർ ഒരു ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയനെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകും, അതിലൂടെ കർത്താവ് അനേകരെ തൊടാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് കുറഞ്ഞ ആൾക്കാർ, 10 20 പേരോ 30 40 അത്രയും കഷ്ടിയ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനതിങ്ങനെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. ഒന്നും കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു മനുഷ്യൻ കൂടുന്നില്ല. ഒരു ദിവസം വിശ്വാസത്താൽ 100 പേരുടെ പ്ലാറ്റ്ഫോം അതെന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. എനിക്ക് വന്നത്, ഞാനത് പറഞ്ഞിട്ടില്ല, സാക്ഷ്യം അല്ലേ, 100 പേരുടെ, അതായത് 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം സൂം വേണമെങ്കിൽ ഏകദേശം എനിക്ക് വന്ന് ഇന്ത്യൻ റുപ്പി വരുന്ന സമയത്ത് 1000 രൂപ ചില്ലറ അടുത്ത് വേണം എല്ലാ മാസവും. അങ്ങനെ അപ്പോൾ വിശ്വാസത്താൽ എന്ത് ചെയ്തു? അതെടുത്തിട്ട് ആ സമയത്ത് എടുത്തതിന് ശേഷം മുതൽ എനിക്ക് വന്ന പിന്നെ ആൾക്കാർ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തു? അത് 100 കഴിയാൻ തുടങ്ങി. 100 എന്ന് വെച്ചാൽ 90, 98, 94 വരാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ ഓർത്ത് 100 കഴിയട്ടെ, 100 തികയട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വിശ്വാസത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 300 പേരുടെ അടുത്തൊരു പ്ലാറ്റ്ഫോം നമ്മൾ പർച്ചേസ് ചെയ്തു. അതായത് ഈ സൂം തന്നെ 300 പേരുടെ പ്ലാറ്റ്ഫോം പർച്ചേസ് ചെയ്തു. അതും എനിക്ക് തോന്നുന്നത് അത്രയും എമൗണ്ട് തന്നെ, അതിൻ്റെ ഡബിൾ എമൗണ്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ 300 പേരുടെ പർച്ചേസ് ചെയ്ത സമയത്ത് അപ്പോൾ ഒരു ചിന്ത മനസ്സിൻ്റെ അകത്ത് വന്നു, കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ 300 പേരുടെ ആയപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, ദൈവാത്മാവ് ഇതിനെ നിങ്ങളിലൂടെ അനേകരിലേക്ക് യേശുവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അപ്പം ഞാനിങ്ങനെ 300 പേർ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഈ സൂമും ആൾക്കാരുമായിട്ട് ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം 4 ദിവസത്തേക്ക് സൂം കട്ടായി പോയായിരുന്നു. ഇവരെന്തോ ഒരു പെനാൽറ്റി പോലെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഏകദേശം കുറേ ഒരു തുക പെനാൽറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എന്തോ ചെയ്തത് മാറിപ്പോവുക, എന്തോ ചെയ്തതാണ്. അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മൾ കറക്റ്റ് ഓപ്ഷനാണ് ചെയ്തത്. അവരിങ്ങോട്ട് മെയിൽ അയച്ചു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ മെയിൽ അയച്ചു, അവരെ വിളിച്ച് സംസാരിച്ചു, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം ഉണ്ടായി. 3-4 ദിവസത്തേക്ക് നമുക്ക് എനിക്കൊന്ന് 2-3 ദിവസത്തേക്ക് നെറ്റിൽ സൂം ഇല്ലാതെ വന്നു. അവർക്കൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഇനി 300 പേരുടെ പറ്റത്തില്ല, അത് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സ്കീമിൽ. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇനിയുള്ളത് 500 പേരുടെ. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മൾ പോലും അറിയാതെ 300-ൽ നിന്നും
പെട്ടെന്ന് എന്ത് ചെയ്തു, 500 പേരുടെ പ്ലാറ്റ്ഫോമിലേക്ക് അത് സ്പ്രെഡായി. അപ്പോൾ ചിന്തിച്ചോണം, ഇതൊരു സ്റ്റെപ്പാണ്. നമ്മൾ പോലും അറിയാതെ വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ കർത്താവ് ഇതിനെ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കാൻ പോകുന്ന പറയുമ്പോൾ നമ്മൾ പറയുക 100 പേരാകട്ടെ 100 പേരാകട്ടെ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, അത് ഇൻക്രീസ് ആവുക. നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്, അത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ആളുകളിലേക്ക്, വിശ്വാസത്താൽ ആളുകളിലേക്ക് ദൈവം സുവിശേഷം എത്തിക്കുക എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് എനിക്കതൊന്ന് 500 കഴിഞ്ഞു, ഇപ്പം നമ്മൾ 1000 പേരുടെ പ്ലാറ്റ്ഫോമാണ് മേടിച്ചേക്കുന്നത്, ഇപ്പം 550 പേരെ കാണുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ കണക്കല്ല പറഞ്ഞത്, ഇതൊരു പ്രവൃത്തിയാണ്, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ നിന്നും ഒഴുകണമെങ്കിൽ 2 കാര്യം വേണം. 1 വിശ്വാസം, 2 വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. എൻ്റെ കൂടെ പറഞ്ഞ്, വിശ്വാസവും വേണം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും വേണമെന്ന് പറ. വിശ്വാസവും വേണം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയും വേണം. ഇനി വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ അനേകർക്ക് പറ്റുന്ന അബദ്ധങ്ങളുമുണ്ട്. ഞാൻ പറയാം, എല്ലാം വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്ത് വെക്കരുത്. ശ്രദ്ധിച്ചോണം. വിശ്വാസത്തിൽ നമ്മൾ മറഞ്ഞിരിക്കുന്ന മറ്റൊരു അപകടം കൂടിയുണ്ട്. ശ്രദ്ധിച്ചോണം. വിശ്വാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. വചനപ്രകാരം നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. ചിലർ ചുമ്മാ അങ്ങ് കാണുന്നതെല്ലാം എന്ത് ചെയ്യും, വിശ്വസിക്കും. അങ്ങനെയല്ല, വചനപ്രകാരം വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുവാൻ. ഒന്നാമത്തെ പടി. 2, ദൈവഹിതം എന്നൊരു വലിയ പദ്ധതികളെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിലേക്ക് നമ്മൾ വരും ദിവസങ്ങളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്കും വരും. പലരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വരുന്ന ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്കത് ക്ലിയർ ആകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി. നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ രോഗം മാറണം, അങ്ങനെയല്ല. അത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ബൈബിൾ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചു പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിക്കേ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പം ആ വ്യക്തി നടന്നില്ല. 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലും കൈയും നരിയാണി ഉറച്ചു. അപ്പോൾ എപ്പോഴാണ് ആ വ്യക്തിക്ക് രോഗസൗഖ്യം ശരീരത്തിലേക്ക് വന്നത്? പത്രോസ് ലീഗ കൈ പിടിച്ച് വിശ്വാസത്താൽ എണീപ്പിച്ചപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്താൽ എണീപ്പിച്ചപ്പോൾ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ പുറത്ത് ചാടിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാവോ? നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം കർത്താവിൻ്റെ രോഗസൗഖ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ അകത്തൊരു സംശയം, ഞാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകുമോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രവൃത്തിയാണ്. കർത്താവ് സൗഖ്യമാക്കും എന്നതിനുള്ള പ്രവൃത്തിയാണ്. ഞാനിപ്പം രോഗസൗഖ്യം എടുത്തു പറയുന്നുള്ളൂ. നിങ്ങൾ ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. ഇതൊരു പ്രവൃത്തിയാണ് വിശ്വാസത്തിൻ്റെ. അതായത് ഈ വചനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചുകൊണ്ട് പറയും. നിങ്ങൾക്ക് വേണം വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പണ്ടൊരു സഹോദരി പറഞ്ഞു, ഒത്തിരി ഭയങ്കര കടഭാരത്തിരിക്കുന്ന സമയത്ത് എങ്ങനെ കടഭാരം മാറാം എന്നൊരു വചനം നമ്മൾ ഒരു തവണ അത് ധ്യാനിച്ചിട്ടുണ്ട്. കടഭാരത്തിന് എങ്ങനെ മോചനം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആ സഹോദരി ആ ഒരു കടഭാരം മാറുന്നതെന്നുള്ളത് ഒരു വചനം അതിൻ്റെ ആ രീതിയിൽ തന്നെ എഴുതി വെച്ച് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. കുറേ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സഹോദരി സാക്ഷ്യം പറയും, എഴുതി തീർന്ന സമയത്ത് തന്നെ അത്ഭുതകരമായൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി. അതെന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ആവശ്യമാണ്. ഇവിടെ പത്രോസ് ലീഗ എന്ത് ചെയ്തു? വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലിൽ നരിയാണി ഉറച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവെ അവരെ രക്ഷിക്കണേ എന്ന് പറയരുത്. വചനം പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയണം. എന്താ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്നറിയാവോ? നിങ്ങളിലിരിക്കുന്ന വചനവും ശക്തിയെയും നിങ്ങൾ പുറത്തേക്ക് റിലീസ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അകത്തിരിക്കുന്ന വിശ്വാസം പുറത്ത് ചാടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ദൈവപ്രവർത്തികൾ കാണാൻ കഴിയത്തുള്ളൂ.
അപ്പൊ ദൈവപ്രവൃത്തി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ വരണം. ഇവിടെ നോക്കിക്കോണം, പത്രോസ്ലീഹ അവന്റെ കൈ പിടിച്ചെണീപ്പിച്ചു. ഇനി പത്രോസ്ലീഹ കൈ പിടിച്ചെണീപ്പിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? അതിന്റെ കാരണം എന്നറിയാവോ? പത്രോസ്ലീഹ വിശ്വസിക്കുന്നുണ്ട് യേശു ഈ മകന് വേണ്ടി വില കൊടുത്തതാണ്. അതായത് പത്രോസ്ലീഹയുടെ കഴിവിലല്ല അവൻ എണീക്കാൻ പോകുന്നത്, പത്രോസ്ലീഹയുടെ ശക്തി കൊണ്ടല്ല എണീക്കാൻ പോകുന്നത്. പത്രോസ്ലീഹയ്ക്കകത്ത്, നിങ്ങൾ ആ വാക്ക് മൊത്തം ശ്രദ്ധിച്ചു നോക്കിയാണ്. ഇവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഈ വാക്കൊന്നും ഞാൻ പറയാൻ വേണ്ടി പോവാണ്. എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ എൻ്റെ അകത്തുണ്ട്. അപ്പൊ എന്താ എൻ്റെ അകത്തുള്ളത്? നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ അകത്ത് യേശു ഉണ്ടെന്ന്? ദൈവപ്രവൃത്തി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വേണം. പത്രോസ്ലീഹ പറയും, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, നീ രക്ഷപ്പെടുവോന്ന്. അങ്ങനെയല്ല, എനിക്കുണ്ട് യേശു, എൻ്റെ അകത്തുണ്ട് യേശു, എൻ്റെ അകത്തുണ്ട് ഡുനാമീസ്, എൻ്റെ അകത്തുണ്ട് പരിശുദ്ധ ശക്തി, എൻ്റെ അകത്തുണ്ട് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തി. അത് ഞാൻ നിനക്ക് തരികയായി. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അകത്തുണ്ട് ദൈവപ്രവൃത്തി. എപ്പോഴും ഓർത്തോണം, എൻ്റെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ട് പറയണം, ഞാൻ തകർന്നു പോകത്തില്ല. എൻ്റെ അകത്ത് കർത്താവ് ഉള്ളത് കൊണ്ട്. സ്വർഗത്തിൽ കർത്താവ് ഉണ്ടെന്ന് പറയാൻ എല്ലാവർക്കും അറിയാം, സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്ന് പറയാൻ ലോകത്തിൽ എല്ലാവർക്കും പറ്റും. നിങ്ങളുടെ അകത്തുണ്ടെന്ന്. അതാ പത്രോസ്ലീഹ പറഞ്ഞത്, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അപ്പൊ എൻ്റെ അകത്തുണ്ട്. ആരുണ്ട്? ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ എന്ത് ചെയ്തു? പത്രോസ്ലീഹ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. അവൻ്റെ കയ്യെ പിടിച്ചിട്ട് 4 പേര് ചുമന്നുകൊണ്ട് വന്ന് ആ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ കൊണ്ടിരുത്തുന്നവനെ ഒരു കൈ പിടിച്ചാൽ എണീക്കത്തില്ല. പക്ഷെ അവൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തു നിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇതാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. എന്തിനു വേണ്ടിയെന്നറിയാവോ? ലോക മനുഷ്യൻ പറയും യേശു നിങ്ങളുടെ അകത്തുണ്ടെന്ന്. മനസ്സിലായോ? യേശു ക്രിസ്തുവിനെയും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ആമേൻ. അപ്പൊ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ അകത്ത് നിന്നും ഈ വിശ്വാസം ഒഴുകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എവിടുന്ന്? നിങ്ങളിൽ നിന്ന്, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. ആമേൻ. അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവപ്രവൃത്തിയെ നമ്മൾ ഒഴുകാൻ വേണ്ടി പോവാ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആൻസി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന. ജോസ് എന്ന് പറയുന്ന വ്യക്തിയും ആൻസി എന്ന് പറയുന്ന വ്യക്തിയുള്ള ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇന്ന് ആ തലമുറകളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തന്നെ, ദേശക്കാരുടെ മുമ്പിൽ തന്നെ ഒരു സംസാര വിഷയത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റുവാൻ പോകുന്നു എന്ന് ദൈവാത്മാവുണ്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ചെയ്യാൻ വേണ്ടി പോകും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ അകത്ത് ആ ഒരു ദൈവശക്തി ഇരിപ്പുണ്ട്, എൻ്റെ അകത്ത് ആ ദൈവശക്തി ഇരിപ്പുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് പറയണം, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ആ വിഷയത്തെ നോക്കി ഒന്ന് കൽപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അത് പ്രത്യക്ഷമായി വെളിപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സാക്ഷികളാ. പിശാചിന് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. പ്രതിസന്ധിക്ക് നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ഇനി എത്ര വലിയ മലയിളകി വരുന്ന വിഷയമാണെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിളിച്ചു പറയണം, ഞാൻ ഈ വിഷയത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിരിക്കും. കാരണം നമ്മളൊരു പ്രശ്നത്തിൽ ഇട്ടിട്ട്, നമ്മളൊരു പ്രശ്നത്തിൽ കൊണ്ടുവന്നിട്ടിട്ട്, നിങ്ങളൊരു പ്രശ്നത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ ആ പ്രശ്നത്തിൽ മുഴുവൻ, കുടുംബം മുഴുവൻ തകർന്നു പോയിട്ട് നിങ്ങൾ ആ ദേശക്കാരുടെ നടുവിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോ എനിക്ക് ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് പറയുന്നതല്ല സാക്ഷ്യം. ആൾക്കാർ ചിരിക്കും അങ്ങനെ പറഞ്ഞാൽ. ഇതാണോ നിന്റെ ദൈവം? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു, ലോകത്തെ ജയിച്ച ദൈവമാണ്.
യേശു പറഞ്ഞ വാക്ക് അതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര. അപ്പം ലോകത്തെ ജയിക്കുവാൻ കഴിവുള്ളൊരു വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. അത് പുറത്തേക്ക് ഇന്ന് റിലീസാകട്ടെ. ഒന്ന് പ്രവൃത്തി തലത്തിലേക്ക് ഒന്ന് പറഞ്ഞ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങൾ കുടുങ്ങിടക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശുവേ, ഞാൻ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പുറത്തു വരാൻ വേണ്ടി പോവാം. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ആ വിഷയത്തിൻ്റെ മേലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളുടെ അത്ഭുതകരം ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് വിടിവിക്കുന്നല്ലോ, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, ഇന്ന് ഞാൻ എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ടുള്ള ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവുക. എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ വേദന യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ തകർച്ചകൾ യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ നിന്ന യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ പരാജയങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് യേശു, ഇന്ന് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് വേണം. സ്വന്തം കൈയെടുത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ദൈവശക്തിയിൽ വിശ്വസിക്കുന്നു. ഈ നിമിഷം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ സകല വിഷയത്തിൻ്റെ മേൽ ഇന്ന് ആ ശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് ശക്തി വ്യാപരിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുതകരമായി തന്നെ ഞങ്ങളുടെ ജീവിതത്തെ പ്രവർത്തിക്കുന്നല്ലപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾക്കായി വാഴ്ത്തുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുതകരമായി നടത്തുന്നല്ലോ. അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഇവരുടെ ശരീരത്തിൻ്റെ മേലേക്ക് ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇപ്പോൾ സംഭവിക്കുന്നു. പ്രതിസന്ധികൾ മാറിപ്പോകുന്നു, തകർച്ചകൾ മാറിപ്പോകുന്നു, ഞെരുക്കങ്ങൾ വിശാലമാകുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നെ ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്ന, ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്നതായിട്ട് പറയുന്ന, ചിത്രയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്ന ഒരു കാഴ്ച. ചിത്രയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ഇന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു 3 മുറിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഒരു സ്ഥലത്ത് നിന്നും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അത് ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. ആ വിടുവിക്കുന്ന ദൈവം. ഇന്ന് ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ വാരി വിതറി കൊടുക്കും. ബൈബിൾ വചനമാണ് പറയുന്നത്, ഞാൻ വായ്പ വാങ്ങത്തില്ല, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും, എൻ്റെ പുറകെ വരും. യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാനിപ്പം മ്യൂട്ട് മാറ്റി പറയണ്ട. ഇന്ന് വലിയ കർത്താവിൻ്റെ പ്രവർത്തികളെ ഞാൻ ഈ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് വരിക. ഞാൻ കാണുന്നൊരു കാഴ്ച, ഞരമ്പുകൾ ഇങ്ങനെ തടിച്ചു കിടക്കുന്ന ശരീരത്തിലെ ചില ഭാഗങ്ങളിലേക്ക് അത് ചുങ്ങിപ്പോകുന്ന രീതിയിൽ, അത് അപ്രതീക്ഷിതമായി പോകുന്ന രീതിയിൽ കർത്താവിൻ്റെ സൗഖ്യത്തെ സ്വീകരിച്ചു. യേശുവിന് അത് കൈയെടുത്ത് വെച്ചു. ഇപ്പോൾ ഈ നിമിഷം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സൗഖ്യമാകുന്നു. അത് നിമിത്തമുള്ള വേദനകൾ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ചില പാടുകൾ ശരീരത്തിൽ നിന്നും അപ്രതീക്ഷിതമായി മാറുന്നു. കർത്താവിന് എത്ര മാരക രോഗമാണെങ്കിലും സൗഖ്യമായിരിക്കും. യേശു മുറിവേറ്റതാ. കർത്താവിൻ്റെ തിരുമുറിവിൽ അത്ഭുതമുണ്ട്, കർത്താവിൻ്റെ തിരുമുറിവിൽ അത്ഭുതമുണ്ട്. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു, ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. കർത്താവ്, ഇന്ന് ബൗണ്ടറികൾ പൊട്ടട്ടെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് കേട്ട വചനം പോലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. ഈ ദിവസങ്ങളിൽ ഒരു പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. തലമുറകളുടെ പഠനത്തിൽ ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വിശ്വാസം ഉണ്ടെന്ന് പറയാതെ ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കൈവച്ചിട്ട് പറ, ഈ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് പഠിച്ചതിൻ്റെ ഏറ്റവും നല്ല ജോലി അവർക്ക് ലഭിക്കുമെന്ന് അവിടെ കൈവച്ച് പറയണം. ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ മേൽ കരം വെക്കണം, പറയണം, എഴുതണം, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. അത് തുറന്നു വരുവാൻ ഇടയായിത്തീരും. ഇൻ ദ
നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഒരു ചിത്രം കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു ഷെൽഫിൻ്റെ അകത്ത് പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ മരിച്ച ഫോട്ടോ വെച്ചിരിക്കുന്ന വീട്. കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഹോളിൻ്റെ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു കാഴ്ച, ഹോളിൻ്റെ അവിടെ തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ അകത്ത് മരിച്ചു പോയ ഒരു അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വീട്ടിലെ തലമുറകളായിട്ട് കൈമാറി വന്ന ചില രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുകയാണ്. ഇന്ന് കർത്താവ് ഞങ്ങൾ ക്ഷീണങ്ങൾ ശരീരത്തിൽ മാറി മാറി കൊണ്ടുവന്നിട്ട് ഇന്ന് പലരുടെ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കാൻ നോക്കുന്ന, രോഗത്തെ കടത്താൻ നോക്കുന്ന സകല വിഷയത്തെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരത്തെ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് തമ്പുരാൻ ഇങ്ങനെ ഒരു വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. വിനോദിനെ ദൈവം തൊട്ടിട്ട് വിനോദിൻ്റെ ഭവനത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ അങ്ങ് തൊടുന്നല്ല ഓരോ മക്കളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഈ സമയത്ത് ആരും ഇപ്പോൾ മ്യൂട്ട് മാറ്റണ്ട. കർത്താവെ, ഞങ്ങളിത് റിലീസ് ചെയ്യുന്നു. അത്ഭുത സൗഖ്യത്തെ സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലെ അത് അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. അത്ഭുതകരമായി തന്നെ നന്മ റിലീസ് ചെയ്യും. നമ്മളായിരിക്കുന്ന രാജ്യത്ത് എവിടെ ജോലി ചെയ്യുന്നു പറയണം, ഞാൻ ഈ ജോലി സ്ഥലത്ത് ഏറ്റവും അനുഗ്രഹമായി മാറും. ഇന്ന് അവിടെ ഒതുക്കാൻ പറ്റത്തില്ല, നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല, നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സുവിശേഷം യെരുശലേം കൊണ്ട് തന്നെ തീർന്നേനെ. ഈ ലോകത്തിൽ ഇത്രയും ശക്തന്മാരായ വേറൊരു ഭരണാധികാരി ഇല്ല. റോമൻ ഗവൺമെന്റിനെ പോലെ ഒരു ഭരണാധികാരി ഇല്ല. മനുഷ്യനെ പച്ചയ്ക്ക് ക്രൂശിച്ച് കൊല്ലുവാൻ മടിയില്ലാത്ത ക്രൂരന്മാരായിരുന്നു റോമൻ ഗവൺമെന്റ്. അവർക്ക് ഒതുക്കാൻ പറ്റാത്ത സുവിശേഷമായത്. ഒരു ശക്തിക്കും യെരുശലേമിലെ യഹൂദിയിലോ ശമരിയിലോ ഭൂമിയിൽ ഒരു ശക്തിക്കും ഇന്നേ വരെ ഇനി അങ്ങോട്ട് ആർക്കും ഒതുക്കാൻ പറ്റാത്ത ഈ ശക്തിയാ നിങ്ങളുടെ അകത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളാണ് അധികാരി, നിങ്ങളാണ് അവകാശി, നിങ്ങളാണ് സാക്ഷി. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. ലൈവിൽ എന്നെ കാണുന്നവർ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൂം പ്രയറിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും, ഞാൻ പുതിയ ഗ്രൂപ്പിൽ പഴയ ആൾക്കാർ കുറച്ച് പേരെ കൊണ്ട് നിങ്ങൾ കഴിവതും ലെഫ്റ്റ് ചെയ്യണം. കാര്യം നമ്മൾ ആ ഗ്രൂപ്പ് നിറഞ്ഞതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എല്ലാ ഗ്രൂപ്പിലും ജോയിൻ ആകണ്ട. ഓരോ ഗ്രൂപ്പ് നിറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മറ്റ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ളവർ അവിടെ തന്നെ നിങ്ങൾ നിന്നാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാൽ. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുത്, അതിനുള്ള സമയമല്ല. അതിനുള്ള സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് വാട്സാപ്പിലേക്ക് നിങ്ങൾ അയക്കുക പ്രയർ റിക്വസ്റ്റുകൾ. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നിങ്ങൾ ലൈവിൽ കാണുന്നവരുണ്ടെങ്കിൽ, യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അനേകർക്ക് ഇത് കൊടുക്കണം. ഈ വചനം കൊടുത്ത് അവരുടെ തകർന്ന അവസ്ഥകളെ പണിതെടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഇത് കൊടുക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഒരു മിനിറ്റ്. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മ മരിച്ചുപോയ ഒരു മിനിറ്റ്. എല്ലാവരും ഒരുമിച്ച് പറയാതെ തോമസ് പറ, ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആളുടെ ഫോട്ടോ ഇരിക്കുന്നത് ഷെൽഫില്. എനിക്ക് ശരീരം ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന പോലെ, മോളുടെ ശരീരം അതെ ഭയങ്കര ക്ഷീണമാണ്. ബ്രദർ പറഞ്ഞില്ല ഇപ്പൊ തന്നെ. അത് ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് ഇന്ന് ആ പാരമ്പര്യമായിട്ട് ഒരു രോഗത്തിന് നമ്മുടെ മേലെ അവകാശമില്ല. നമ്മൾ അതിൽ കുടുങ്ങേണ്ട ഒരു കാര്യമില്ല. നടുവേദനൊന്നുമില്ലാണ്ട് അത് ഏറ്റെടുത്ത കേട്ടോ. കർത്താവ് ഇന്ന് വെളിപ്പെടുത്തിയതാ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ബ്രദർ ഇന്നലെ പറഞ്ഞില്ലേ പൊന്നൂസ് എന്ന് പറഞ്ഞേ, ഇന്നലെ പൊന്നൂസ് എന്ന് പറഞ്ഞേ, അത് എന്റെ ആങ്ങളയുടെ മകളാണ്. ഞാൻ ഇസ്രായേലിൽ നിന്നാണ് പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ബൈ ചാൻസ് ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ഞാൻ ഈ ദിവസങ്ങൾ കണ്ടിന്യൂ ഇന്നലെ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ഭവനത്തിൽ നീ ഇടപെടണേ, എനിക്കിതൊരു സാക്ഷ്യമാക്കി പറയാൻ ഇടതരണേ. എന്നിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ഞാൻ ആ രാത്രിയിൽ അത് കേട്ടപ്പം പൊന്നൂസ് എന്ന് പറഞ്ഞു, അതെന്റെ വീടാണ്. ആ കൊച്ച് ഒരു ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവള് ഇപ്പൊ UK-യിലുണ്ട്. അപ്പം ഭയങ്കര കുടിയാണ് അതിന്റെ പേരില്. അപ്പം ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഈ കുടുംബത്തിന്റെ ഇന്നലെയിൽ ദൈവമേ ഇടപെടണേ എന്ന്. അത് ദൈവം ഇടപെട്ടു.
ഒത്തിരി നന്ദി ബ്രദറെ. പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് എല്ലാ കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റാൻ ഇടയായി തരും കേട്ടോ. പ്രാർത്ഥനയോട് തന്നെ ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു ഹലോ സിസ്റ്റർ. ആമേൻ. പറഞ്ഞു ഹലോ ഗുഡ് ഈവനിങ് ബ്രദർ. പറഞ്ഞു 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 ഹസ്ബൻഡിന്റെ മുട്ടിന് താഴെ പിന്നെ ഭയങ്കര വേദനയാണെന്ന്. അത് എന്റെ ഹസ്ബൻഡാണ്. 1.5 വർഷമായി ഹസ്ബൻഡിന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ ഭയങ്കര വേദനയും അവിടെ താഴെ ഒരു കറുത്ത നിറവുമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ അതോടുകൂടി പറഞ്ഞല്ലോ, റോഡിൽ നിന്ന് കയറി വരുമ്പം റൈറ്റ് സൈഡില് ടിവിയുടെ ജനലൊക്കെ ഉണ്ട്. അത് എന്റെ ഭവനമാണ്. അതുപോലെ തന്നെ പക്ഷെ ഒരു സാക്ഷ്യമുണ്ട്. എനിക്ക് ജൂലൈയിലെ പാസ്റ്റർ എന്നോട് ഒരു ആലോചന പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ബെഡ്റൂമിന്റെ ജനലിലെ ഒരു റോസ് കളർ കർട്ടനുണ്ട്. ആ ജനല് തുറന്നു നോക്കുമ്പം അവിടെ ഭയങ്കര ഒരു കാട കാണുന്നു. ചെറിയൊരു മതിലിനപ്പുറത്ത് ഭയങ്കര ഒരു കാട, വേറൊരു പറമ്പാണെന്നു. അത് ഭയങ്കര ഒരു കാടായിരുന്നു. അത് നേരായിരുന്നു. പക്ഷെ അത് ഒരാണ കയറി ഇരുന്നാക്കത്തില്ല. അതുപോലും ഭയങ്കര കാടായിരുന്നു. ഇന്ന് ആ കാട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വാർത്തത്തെ ഞാൻ നിറവേറിയതിനായിട്ട് ഞാൻ ദൈവത്തിനും ഭാഷയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അത് ആൻറ്റി പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഇന്ന് തുടക്കത്തിൽ ദൈവാത്മാവ് സംസാരിച്ചതുപോലെ തന്നെ അടയാളം കർത്താവ് വെളിപ്പെടുത്തി. ആ ഭവനവും ആ വ്യക്തിയെ അച്ഛന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചോണം. ആ വേദന അവിടുന്ന് മാറും. ആ പാടകൂടെ കർത്താവ് സൗഖ്യമാക്കും. ദൈവം മുന്നമേ ഇടപെട്ടതാണ്. കർത്താവ് വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുന്നത്? ബ്രദറെ, എന്റെ ആങ്ങളയുടെ പേരാണ് ജോസ്. എന്റെ അനിയത്തിയാണ് ആൻസി. ഞങ്ങള് വർഷങ്ങളായിട്ട് ആങ്ങളെയും ഞങ്ങള് 4 പെങ്ങന്മാരും ഉണ്ട്. ഞങ്ങള് സ്നേഹത്തിലല്ല. ഞങ്ങൾക്ക് പിണക്കില്ല. പക്ഷെ ആങ്ങളയ്ക്ക് എന്തോ തെറ്റിദ്ധാരണ മൂലം ഞങ്ങളോട് ഒരാങ്ങളെ എന്നുള്ള രീതിയിൽ ഇടപെടാതായിട്ട് വർഷങ്ങളായെന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായി. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിപ്പോ ഇന്നും ബ്രദർ പറഞ്ഞ സാക്ഷിയാവുമെന്ന്. ഞങ്ങൾ ഇത്രയും നല്ല പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരാ എല്ലാവരും. പക്ഷെ ഞങ്ങൾ പെങ്ങന്മാര് 4 പേരും അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് ആങ്ങളെയാണ് കുടുംബത്തിലെ ആങ്ങള. ഇന്ന് വരെ ആങ്ങളയുടെ വീട്ടിൽ പോവോ, ആങ്ങളയുമായിട്ട് സമ്പർക്കം നടത്തുവോ, ആങ്ങള വരുമ്പോൾ ഞങ്ങൾ ചെല്ലുവോ, ഒന്നും ചെയ്യത്തില്ല. ആങ്ങളെ നാട്ടിൽ വന്നെന്ന് എങ്ങനെയെങ്കിലും ഒന്നറിയും. ഞങ്ങളുമായിട്ട് ഫോൺ വിളിക്കത്തില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ച് പലരോട് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു വിടുതൽ ഇന്ന് വരെ കിട്ടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് വെളിപ്പെടുത്തിയതാണ് ആ വ്യക്തികളെ. അതുകൊണ്ട് അത് ദൈവം തൊടുവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് ഇടപെട്ടതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആലോചനയാണ്, അത് മാറത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. യേശു ജീവിക്കുന്നു ബ്രദറെ. ദൈവത്തിന് മഹത്വം പറയുന്നു. സാക്ഷി പറയാൻ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് ഇന്ന് ഞാൻ സാക്ഷി പറയാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ബ്രദറെ, ഞാൻ എൻ്റെ മോന് വേണ്ടി ഹൃദയം നുറങ്ങി ബ്രദറിനോട് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിപ്പിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. 3-4 വർഷം കഴിയാതെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കടഭാരം കാരണം വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്ന കുഞ്ഞിനെ ഈ 2 ദിവസത്തിന് മുമ്പ് ദൈവം അവിടുന്ന് വീട്ടിൽ കൊണ്ടുവരാൻ ഇടയാക്കി. കാണാൻ ദൈവം അനുഗ്രഹിച്ചു. വളരെ അത് കൂടാതെ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ വളരെ നാളായി, വർഷങ്ങളായി ഒരു വാഹനം, കാറ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നു. പക്ഷെ അതിന്റെ പേര് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. വണ്ടി വേണ്ട, ഗമ കാണിക്കാൻ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുമായിരുന്നു. എടുക്കാൻ പറ്റിയിട്ടില്ല. മോനും ആഗ്രഹം ഉണ്ടായിട്ട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് കർത്താവ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, അതിൽ കാറ് ഇപ്പൊ വൈകിട്ട് മോൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. തീർച്ചയായിട്ടും വലിയൊരു സാക്ഷ്യമാണ്. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഒരു കടഭാരവും മറ്റു വിഷയങ്ങളുമായിട്ട് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു, പ്രത്യേകിച്ച് മോൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവ് അത്ഭുതകരമായി തന്നെ ദൈവം വിടുവിച്ചു. അത്ഭുതകരമായി തന്നെ കർത്താവ് ഇടപെട്ടു. നന്മ, ആ വാഹന നന്മ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അത് അനേകർക്കൊരു അനുഗ്രഹവും സുവിശേഷത്തിനൊരു ബ്ലെസ്സിങ്ങുമായി തീരട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് വിടുവിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഹലോ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ദൈവം ഒരു വലിയ സൗഖ്യം തന്നു. ഒരു 24 വർഷമായിട്ട് എനിക്ക് ഭയങ്കര അൾസർ ആയിരുന്നു. ഇവിടെ ഗ്യാസ്ട്രോസ്കോപ്പി ഒക്കെ ചെയ്ത് ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞതാ. പക്ഷെ കർത്താവ് എന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഞാൻ യൂട്യൂബിലാണ് ഇത് കണ്ടേ. എനിക്കറിയില്ല, ഞാൻ ബ്രദറിനെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു മോളുടെ കാര്യം പറയാം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം സൗഖ്യമാക്കി. എനിക്ക് വർഷങ്ങളായിട്ട് മുട്ടയൊന്നും കൂട്ടാൻ പറ്റില്ല, ഭയങ്കര അലർജി ആയിരുന്നു. കൊറോണയുടെ ടൈമിൽ പോലും ഞാനൊരു മുട്ടയൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്ക് അലർജി കൊണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാ സാധനവും ഞാൻ കഴിച്ചു നോക്കി, ഒന്നും എനിക്കൊരു പ്രശ്നവും വരുത്തിയില്ല. ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്നതിനും നന്ദി. ആമേൻ. ഇത് വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞു. 24 വർഷമായിട്ട് ഇതിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞാണ്. ഒത്തിരി ടെസ്റ്റുകൾ നടത്തിയതാണ്. നമുക്കറിയാം ആ ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് സിസ്റ്റർ പറഞ്ഞു കർത്താവ് സൗഖ്യമാക്കി. ഏതൊക്കെ ആഹാരമാണ് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതെല്ലാം കഴിച്ചു നോക്കി, ഒരു ബുദ്ധിമുട്ടുമില്ല. 24 വർഷമായിട്ടുണ്ടായിരുന്ന രോഗത്തെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ മകളുടെ വിഷയവും കർത്താവ് അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. ഈ ദൈവം ജീവിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മാസമായിട്ടൊരു മുട്ടുവേദന ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായി. ആമേൻ. ഒരു മിനിറ്റ് സിസ്റ്ററെ. ബ്രദർ എത്ര നാട്ടം വേദനയായിരുന്നു? ഒരു 4-5 മാസമായിട്ടുണ്ടാവും ബ്രദർ. മുട്ടുവേദനയായിരുന്നു അല്ലേ? പ്രാർത്ഥിച്ചതിന് ശേഷം സൗഖ്യമായി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശുചി ബ്രദറെ പറഞ്ഞു. ഞാൻ ഈ ബ്രദർ കുറെ പ്രാർത്ഥന എനിക്ക് തന്നെയല്ലോ. ഈ കാരാരത്തിന്റെ അത്ഭുതം നമ്മളെ ഈ പത്രോസിന്റെ അത് പെട്ടെന്ന് കർത്താവിന്റെ അതിങ്ങനെ വായിച്ച് രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങി. ഈ പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതം പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം ഞാൻ പത്രോസിനെ ഭാഷങ്ങൾ തട്ടുന്നത് അതിങ്ങനെ വായിക്കും. രാത്രി ഫുള്ളായിട്ട് വായിച്ചായിരുന്നു. പെട്ടെന്ന് രാവിലെ പുലർച്ചെ ആയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ കണ്ട് ഈ വാതിലൊക്കെ തുറന്ന് നമ്മളെ പുറത്തു കൊണ്ടുണ്ട് സാക്ഷ്യം പറഞ്ഞു തോന്നി. ദൈവനാമത്തിന് മാത്രം നന്ദി കർത്താവെ. പ്രിയമാകേണ്ട ദർശനത്തിന്റെ നിവൃത്തിയിലേക്ക് ഈ ദിവസങ്ങളിൽ വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മുഴുവൻ മാറ്റിയത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു ബ്രദറെ. എനിക്കിങ്ങനെ ഒത്തിരിയും വർഷങ്ങളായിട്ട് ഇങ്ങനെ BP-യുടെ മെഡിസിൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഈ ഓഗസ്റ്റില് ഇങ്ങനെ പനി വന്നിട്ട് പിന്നെ അന്നേരം ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് BP ഒത്തിരി ലോ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എല്ലാം മരുന്നെടുത്തു. പിന്നെ പനി മാറാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് BP-യുടെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു BP-യുടെ കുറയാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം BP എല്ലാം നോർമലായി. ഇപ്പം BP-യുടെ മെഡിസിൻസ് എല്ലാം നിർത്തി. ഒരു 2 മാസമായിട്ട് നിർത്തി. BP ആദ്യം 150/110 ഒക്കെ ആയിരുന്നു. ഇപ്പം 130/90 അത്രയും വന്നു. മരുന്ന് എടുക്കാതെ തന്നെ. പിന്നെ അതല്ലാതെ പിന്നെ എനിക്ക് ഒത്തിരി വർഷമായിട്ട് സ്ലീപ്പ് അപ്നിയ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ശ്വാസം നിന്ന് പോകും, പിന്നെ ശ്വാസം എടുക്കാൻ ഒക്കത്തില്ല. അന്നേരം അത് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ട് എഴുന്നേറ്റും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതും ഇപ്പം ശരിയായി. ദൈവത്തിന്റെ സ്തോത്രം എന്നെ ഹീൽ ചെയ്തതിന്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു നന്ദി കർത്താവേ. താങ്ക് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ പറഞ്ഞുകൊണ്ട് തന്നെ 2 ബുദ്ധിമുട്ടായിരുന്നു. BP-യുടെ സാധാരണ മെഡിസിൻ കഴിച്ചാണ് ഇത് നോർമൽ ആകുന്നത്. പക്ഷേ ഇപ്പോൾ കർത്താവ് അത് മെഡിസിൻ കഴിക്കാതെ നോർമൽ. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അസുഖം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും അങ്ങനെ സൗഖ്യമാകുന്നതല്ല, അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറുന്നതല്ല. പക്ഷേ ബ്രദർ പറഞ്ഞുകൊണ്ട് തന്നെ ഉറക്കത്തിൽ ശ്വാസം നിന്ന് പോകുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോൾ അതൊരു കുഴപ്പമില്ല. കർത്താവിൻ്റെ നാമം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ രോഗത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അസുഖത്തെപ്പറ്റി, ആ ബുദ്ധിമുട്ടിൽ നിന്നും മകനെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്ന 2 സൗഖ്യങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കർത്താവ് സൗഖ്യമാക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ദൈവം നമ്മളെ ലോകത്തിൽ സാക്ഷിയാക്കാൻ. ഇത് തുടക്കം മാത്രമാണ്. ദൈവം നമ്മളെ സാക്ഷിയാക്കും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞു ബ്രദറെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കഴിഞ്ഞ വീക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസമായിട്ട് കണക്റ്റഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ?
ബ്രദർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജൂലൈ മാസമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂലൈ മാസം വെളുപ്പിന് 5:30 ഞാൻ ഈശോയെ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. സാക്ഷ്യമാണ് സിസ്റ്റർ. എനിക്ക് തിരിഞ്ഞില്ല സിസ്റ്റർ ആ പറഞ്ഞത്. സിസ്റ്റർ ദൈവിക കഴി ആലോചന കേട്ടതാണോ? ആ ആ തീർച്ചയായിട്ടും സിസ്റ്റർ. ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ തീർച്ചയായിട്ടും മാസമായിട്ടുള്ള ഒരു അങ്ങ് കുട്ടിയെ ഈശോ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞല്ലേ? അങ്ങനെ ആ തീർച്ചയായിട്ടും ആ സിസ്റ്റർ അത് പ്രാർത്ഥിച്ചോണം. അങ്ങനെ കർത്താവ് സ്വപ്നത്തിലൂടെ ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കർത്താവ് സംസാരിക്കുവാനും കണക്റ്റഡ് ആകുവാനുമുള്ള ആ ഒരു നമ്മളെ ഞാൻ ദർശനങ്ങൾ ഞാൻ ക- പറഞ്ഞു. ഞാൻ കർത്താവിനെ കണ്ട എന്താന്ന് വെച്ചാല് കുരിശിൽ നിന്ന് കർത്താവ് ഒരു കൈ താഴ്ത്തിയിട്ട് എന്നെ തൊടുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അത് ഉറപ്പായിട്ടും സിസ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ കാണിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ വലിയ ആ പ്രതീക്ഷയോടെ ഇരുന്നോണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉം. വലിയൊരു വഴിത്തിരിവിലേക്ക് കർത്താവ് അങ്ങനെ സ്പർശിക്കുന്ന ദർശനങ്ങൾ കാണുന്നത്, സ്വപ്നത്തിലൂടെ കാണുന്നത്. വെളുപ്പിന് 5:30 കണ്ടത്. അപ്പൊ തന്നെ ഞാൻ ഞെട്ടി ഉണർന്നു എന്റെ അമ്മേനെ വിളിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അത് സിസ്റ്റർ കർത്താവ് ജീവിതത്തിൽ തൊടുന്ന ഒരു സൈനാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ച് ആ തടസ്സങ്ങളെ കർത്താവ് തൊട്ട് മാറ്റുന്നതിൻ്റെ അടയാളങ്ങളെ നമുക്ക് സ്വപ്നത്തിലൂടെ ദർശനങ്ങളിലൂടെ അങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ആ അത് പ്രാർത്ഥിച്ചോണം. ഇതിപ്പോ രണ്ടാമത്തെ തവണ ഞാൻ ഈശോയെ കാണുന്നേ. മുന്നത്തെ ഒരു പ്രാവശ്യം ഞാൻ ശരിക്കും ഈശോയുടെ മുഖം ഞാൻ കറക്റ്റ് കണ്ടായിരുന്നു. പക്ഷെ അത് ഈശോ കിടക്കുന്ന ഒരു രൂപത്തിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഒരു വെള്ള മേലങ്കി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ സ്കിന്നൊക്കെ ആയിട്ട് ഒരു കേളി ഹെയർ ഒക്കെ ആയിട്ട് ഈശോ കിടക്കുന്ന മാതിരിയായിരുന്നു ഞാൻ കണ്ടത്. മുന്നേ കണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റർ, അങ്ങനെ പ്രാർത്ഥിച്ചോണം. കൂടുതൽ അങ്ങനെ വരുമ്പം കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ ഉം പ്രാർത്ഥിക്കുമ്പോൾ ഉം കൂടുതൽ എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാവും. കൂടുതൽ ആഴത്തിലേക്ക് ആ കർത്താവ് നമ്മളെ സ്പർശിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കും കേട്ടോ. അങ്ങനെ ആ തന്നെ ഓക്കെ പ്രാർത്ഥിച്ചോണം. ആ ബ്രദർ. സ്പർശനത്തെ ബ്രദർ നിസ്സാരമായി കാണാതെ ബ്രദർ പ്രാർത്ഥിച്ചോണം കേട്ടോ. പറഞ്ഞു. ഗോഡ് ബ്ലെസ്. ബ്രദർ കേൾക്കാമോ? പറഞ്ഞു ബ്രദർ പറഞ്ഞു കേൾക്കാമോ? പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവേദനയായിരുന്നു. നടുവേദന വന്ന് വലിയ സാരമില്ലാതെ ഇരിക്കുവായിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെട്ടെന്ന് അത് കൂടി കിടക്കാൻ വല്ലാത്ത ഒരു അവസ്ഥ വന്നു, വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ വിഭാജനം പറഞ്ഞ് എൻ്റെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഇപ്പോൾ തന്നെ അത് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അത് അപ്പോൾ തന്നെ ആ വേദന മാറി. ആ രാത്രി സുഖകരമായി ഉറങ്ങി. ഇന്നലെ ഇന്നുമായിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് എന്നോട് പറയാനിടയായി. അതൊരു വലിയ സാക്ഷ്യമായിട്ട് തന്നെ പറയുന്നു ഞാനിപ്പോ. നന്ദി കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, പ്രാർത്ഥിക്കാൻ ഒരു കൃപ കൊടുത്തതിന് നന്ദി, സൗഖ്യത്തിന് നന്ദി, ആ നടുവേദന സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പിന്നെ ബ്രദർ പറഞ്ഞല്ലോ ഒരു ചിത്രം കൊണ്ട് പറഞ്ഞല്ലോ. ഉം, ചിത്രന്റെ ഭവനത്തെ 3 റൂമുള്ള പറഞ്ഞല്ലോ ബ്രദർ. ഉം. അത് എന്റെ മോളാണ്, എന്റെ തീർച്ചയായിട്ടും. മോളെ വീടാണ്. ഉം, അത് തീർച്ചയായും. അത് അവിടെ ചെറിയ പിന്നെ സ്ഥലമായതുകൊണ്ട് ഒരു റൂമേ താഴത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ലോണെല്ലാം എടുത്തിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. ലോണെല്ലാം എടുത്തിട്ട് ഇപ്പം 2 റൂം മേലെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് സൗകര്യമെല്ലാം ഉണ്ട്. അത് എന്റെ മോളാണ് ചിത്ര. ആ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് വലിയ ഭാരങ്ങളെ, കടഭാരം മാത്രമല്ല കുടുംബജീവിതത്തിലും ലൈഫിലെ വലിയ ഭാരങ്ങളെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. വലിയൊരു സമാധാനത്താൽ ദൈവം നിറയ്ക്കും. ആ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ ദൈവം ഇടപെട്ടതുപോലെ 3 മുറി നിൽക്കുന്ന ചിത്ര എന്ന് പറഞ്ഞൊരു മകളെ ദൈവം തൊടുവാന്ന് പറയുന്നത് ഏറ്റെടുത്തോണം കേട്ടോ. വലിയൊരു സാക്ഷ്യമാക്കി മോളെ മാറ്റി വേണ്ടി കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ഹലോ പറഞ്ഞു. ബ്രദറെ, 2 ദിവസം മുമ്പ് ബ്രദർ പറഞ്ഞു കഴുത്തിന് പുറകിൽ വേദനയുള്ളവർക്ക് സൗഖ്യമാകുന്നു എന്ന്. ഉം. എനിക്ക് 2 വർഷമായിട്ട് നല്ല പെയിൻ ആയിരുന്നു. സ്വെല്ലിങ്ങും വരുമായിരുന്നു കഴുത്തിന്റെ ഷോൾഡറിനായിട്ട്. ഉം, കൈപുറമോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുകൂടാതെ മോൾക്ക് തലവേദനയായിരുന്നു. 2 ദിവസമായിട്ട് നല്ല ശക്തമായ തലവേദനയായിരുന്നു ഉച്ചയ്ക്ക്. അവള് ഇവിടെ അല്ല, ദുബൈയിലാ. ഞാൻ അവളോട് പറഞ്ഞു പ്രാർത്ഥിക്ക്, കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അവൾക്കും സൗഖ്യമായി. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുത സൗഖ്യമുണ്ട്. 2 വർഷമായിട്ട് ആ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു, സ്വെല്ലിങ്ങും ഉണ്ടായിരുന്നു. ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ കഴുത്തിൻ്റെ പുറകിൽ സൗഖ്യം. ഒത്തിരി സൗഖ്യസാക്ഷി നമ്മൾ കേട്ടു.
ഇന്നും പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ 2 വർഷമായിട്ടുണ്ടായിരുന്ന വേദന കർത്താവ് സൗഖ്യമാക്കി. മകളുടെ തലയുടെ ബുദ്ധിമുട്ട്, തലവേദനയെ കർത്താവ് സൗഖ്യമാക്കി. കൈവച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മുടെ രോഗത്തിൻ്റെ മേൽ കരത്തിലൂടെ കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്ന ശക്തിയെ റിലീസ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഞാൻ പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സംശയമാണേ. നമുക്ക് പറഞ്ഞു, കേൾക്കുന്നുണ്ട് ഞാൻ. കട്ടായി പോയോ? കടഭാരത്തിന് വേണ്ടിയിട്ട് ഏത് വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്? സിസ്റ്റർ യൂട്യൂബില് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും താഴെ കടഭാരം നീങ്ങുവാൻ വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതൊരു വചന ധ്യാനം കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നല്ല, ഏത് രീതിയിലാണ് കടഭാരം നീങ്ങാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളത് വചനം കിടപ്പുണ്ട് യൂട്യൂബിൽ. അത് നോക്കിയാൽ ഏറ്റവും താഴെയായിരിക്കും ചിലപ്പം. അത് നോക്കി അതുപോലെ പ്രാർത്ഥിച്ചു പറഞ്ഞാൽ മതി. അത് തീർച്ചയായിട്ടും ഒത്തിരി സാക്ഷ്യവും കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്. കർത്താവ് അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു തീർച്ചയായിട്ടും. ബ്രദർ, ഞാൻ ജൂലൈ 12 തൊട്ടിട്ട് ഈ സൂമിൽ കേറുന്നുണ്ട്. പിന്നെ തൃശ്ശൂര് പ്രേയർ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂര് മോനൊത്തിട്ടാണ് വന്നത്. നല്ലൊരു അനുഗ്രഹീത പ്രേയർ. എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല നിറഞ്ഞ മനസ്സോടെ ആയിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മോന് വേണ്ടിയിട്ട് ഞാൻ ബ്രദറിനെ കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നേരിട്ടിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം കിട്ടിയാന്ന് വന്നപ്പോ. പിന്നെ മോന് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഡിഗ്രിയിൽ BBA ഏവിയേഷൻ എന്ന കോഴ്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ BBA എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പക്ഷെ ഏവിയേഷൻ എന്നുള്ള കോഴ്സ് പിന്നെ പരീക്ഷ നടന്നിട്ടുണ്ടായില്ല. 1 വർഷമായിട്ട് ആ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വാല്യൂ ഇല്ല കോളേജിൽ നിന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മാനേജ്മെന്റ് ഒക്കെ മാറി. ഇന്ന് അവന് എക്സാമിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അറിയിപ്പ് വന്നു. ഇന്ന് അതിന്റെ ഫീസ് അടച്ചു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു തലയിൽ. അവനതൊക്കെ നടക്കും. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇനി എക്സാം നടക്കുന്നത്. മോനെ എക്സാമിന് വേണ്ടിയിട്ടും തുടർന്ന് ജോലിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നല്ലൊരു അനുഗ്രഹീത മീറ്റിംഗ് ആയിരുന്നു. എത്ര പറഞ്ഞാലും മതിയാവാത്ത സങ്കടം, പറഞ്ഞറിയിക്കാത്ത വിഷമം, അതെല്ലാം മാറി നല്ല ഒരു മനസ്സിന് സന്തോഷമായ പ്രേയറിൽ പങ്കെടുത്തപ്പോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ വലിയ ദൈവികമായ സ്പർശനം ഉണ്ടാകുന്നതാണ്. അത് കർത്താവ് നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഭാരം, ഞാൻ പറഞ്ഞില്ല, കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ സമാധാനം, നമുക്ക് സന്തോഷം, അനുഗ്രഹം എല്ലാം ഉണ്ടാവും. നമ്മുടെ എല്ലാ വിഷമങ്ങളും കർത്താവാണ് മാറ്റുന്നത്. അതുകൊണ്ട് കൂട്ടായ്മ ആചരിക്കണം, കർത്താവിൽ ബലപ്പെടണം. വചനവും കൂട്ടായ്മയും ആചരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ 3 രാവും പകലും എല്ലാം മറന്ന് ആ ജനം ഇരുന്നത് പോലെ കർത്താവിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം മറക്കും. നമ്മുടെ ടെൻഷൻ ഫ്രീ ആകും. നമ്മുടെ ഭാരങ്ങൾ നമ്മളെ വിട്ട് മാറിപ്പോകും. നമ്മൾ കർത്താവിൽ സാക്ഷിയായി തീരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മോനെ ബ്ലെസ് ചെയ്യുന്നു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ എന്ന് പറഞ്ഞല്ലോ വിനോദിന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കേട്ടില്ല സിസ്റ്റർ? ഹലോ പറഞ്ഞു. എന്റെ ഫ്രണ്ട് ദുബായിലുണ്ട്, വിനോദാണ് പേര്. പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ബിസിനസ്മാൻ ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നഷ്ടത്തിലാണ്. ഒന്നും പച്ച പിടിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞോളൂ ഞാൻ എങ്ങനെയാ മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ബ്രദർ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോദിന്റെ ഭവനത്തിനെ ഈശോ അനുഗ്രഹിക്കണമെന്ന്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും ആ മനുഷ്യരോട് പറയണം, കർത്താവ് തൊടുവെന്നും ആ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും വെളിപ്പെടാൻ പറയണം. ദൈവസ്ഥിതികളെ മൊത്തം കുരുക്കുകൾ, അതിനകത്ത് കുരുക്കിൻ്റെ അകത്ത് പുള്ളി കിടക്കുവാണ്. ആ കുരുക്കുകളെ കർത്താവ് അതെടുത്ത് മാറ്റുവാൻ ശക്തനാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയാൻ എന്റെ മോളെ കുഞ്ഞിന് വേണ്ടി ഇന്നലെ എല്ലാ ദിവസവും പിന്നെ അംഗൻവാടിയിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാ കുട്ടികളും വേഗം തന്നെ ഭക്ഷണം കഴിയാവും. അങ്ങനെ ടീച്ചർ ഇങ്ങനെ ജോലിയിൽ ഇങ്ങനെ തട്ടി ദിവസം ഇങ്ങനെ പറയുമ്പോ അവള് പറഞ്ഞു, അമ്മേ ഞാനിന്ന് പോകുന്നില്ല, ടീച്ചർ എന്നെ അടിക്കുന്നു, ഭക്ഷണം കഴിക്കാറ്റുന്നു. അങ്ങനെ കർത്താവിന്റെ ഇടരുകളാൽ സൗഖ്യം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് വിട്ടപ്പോ
അവള് വേഗം തന്നെ എല്ലാ കുട്ടികളും കഴിക്കുന്നതിന്റെ മുമ്പായിട്ട് ഭക്ഷണം കഴിച്ച് അന്നേരം ടീച്ചർ താങ്ക് യു പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത കൊച്ചിന്റെ മാറ്റത്തിന് നന്ദി. കർത്താവിന്റെ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് കുഞ്ഞുങ്ങളെ ഇനിയും വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്ന് അവസാനിപ്പിക്കുകയാണ്. സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഇനിയും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. തുടർമാനമായിട്ട് ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. കാരണം സാക്ഷ്യം കർത്താവ് നിങ്ങളെ തൊടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാക്ഷ്യങ്ങൾ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് ഒരുമിച്ച് പിന്നെയും കൂടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ഇതിൽ പ്രവേശിക്കാം. അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒരു മടിയും കാണിക്കേണ്ട. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷ വേല നിമിത്തമാണ് ചെയ്യുന്നത്. ഇത് കൊടുക്കുമ്പോൾ സുവിശേഷം കൊടുക്കുകയാണ്. അതൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. അനേകരിലേക്ക് കൊടുക്കുക. ഒരുമിച്ച് പ്ലസ് ചെയ്യുന്നു. സൗഖ്യം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കേട്ടതുപോലെ തന്നെ സമാധാനം തരുന്ന ദൈവം. നിങ്ങൾ എത്ര തകർച്ചയിലൂടെ കടന്നു പോയാലും, എത്ര പ്രതിസന്ധിയിൽ കടന്നു പോയാലും യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. കർത്താവ് നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തെ, തലമുറകളെ, നിങ്ങളുടെ അവസ്ഥകളെ ഒക്കെയും നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ യേശു ശക്തനാണ്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് കർത്താവിൻ്റെ